ഉമ്മൻചാണ്ടിയുടെ തൊലിക്കട്ടിയെ പറ്റി ഞങ്ങളൊക്കെ പണ്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നെഞ്ചിന് ഇത്ര വലിയ ഈ ലോഹക്കൂടുണ്ട് എന്ന് ഞങ്ങളാരും ഇതേവരെ മനസ്സിലാക്കിയിട്ടില്ല. അതിപ്പോ ഉമ്മൻചാണ്ടി പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. കല്ലിങ്ങനെ വന്നാൽ ഇവിടെ കൊണ്ടാൽ ഠിം 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 ജല്ലി തെറിച്ച് അടുത്ത ഗ്ലാസ് പൊട്ടത്തക്ക രീതിയിലുള്ള ഒരു ലോഹക്കൂടാണ് ഇവിടെയുള്ളത് എന്ന് ഞങ്ങളാരും മനസ്സിലാക്കിയിരുന്നില്ല. കുറച്ചൊരു ഉപ്പും കൂട്ടി വിടുങ്ങാൻ പറ്റുന്ന നുണ ആളുകൾക്ക് കൊടുക്കണ്ടേ? മുഹമ്മദ് ഷമാസ് അതിനുശേഷം ഫേസ്ബുക്കിലിട്ട പ്രതികരണം എന്ന് പറയുന്നത് 2026 ഏറ്റവും നല്ല നടിക്കുള്ള അവാർഡ് ആരോഗ്യമന്ത്രി വീണ ജോർജിന് നൽകണം എന്നുള്ളതാണ്. നോക്കൂ, അവർക്ക് വേദനയുണ്ട് എന്നാണ് അവർ പറഞ്ഞത്. അവർ അവരുടെ കഴുത്ത് പൊത്തിപ്പിടിച്ചിരിക്കുന്ന ദൃശ്യം കേരളത്തിലുള്ള എല്ലാവർക്കും കണ്ടിട്ടുള്ളതാണ്. ഈ സംഭവം നടക്കുമ്പോൾ മാത്രമാണ്, അല്ലെങ്കിൽ ചെന്ന് തൊട്ടാക്രമിച്ച് കഴുത്തിൽ കുത്തിയാൽ മാത്രമാണ് അവർക്ക് പരിക്കേൽക്കുന്നതോ അവർക്ക് അസ്വസ്ഥതയുണ്ടാകുന്നതോ ആയ കാര്യം സംഭവിക്കും എന്നതറിയില്ല. നോക്കൂ, അവിടെ വലിയ പെട്ടെന്നുള്ള ചലനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് വേണമെങ്കിൽ കഴുത്തിന് പരിക്കേൽക്കാം, ഉളുക്ക് വീഴാം, അവർക്ക് ചിലപ്പോൾ BP വേരിയേഷൻ ഉണ്ടാകുമ്പോൾ കഴുത്ത് വേദന ഉണ്ടാകാം, എന്തും ഉണ്ടാകാമെന്നേ. ഇതൊക്കെ ആരാണ് എഴുതി കൊടുത്തിട്ടുള്ളത്? അപ്പോൾ അതിനൊക്കെ അവർ നടിയാണ് എന്ന് പറയുക. ഇതിന് തൊട്ട് മുൻപ് ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാടിൻ്റെ എന്ന പ്രോഗ്രാമിൽ ഇരിക്കുന്ന സമയത്ത് ഷമാസ് അവരെ വിശേഷിപ്പിച്ചത് നടിയെന്നാണ്. കേരളത്തിലെ ആരോഗ്യമന്ത്രിയെ നടി എന്ന് വിശേഷിപ്പിക്കുകയാണ്. പക്ഷെ സാധ്യമാണെന്നറിയോ? മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇതിനു മുമ്പ് കേരളത്തിലെ മുൻ ആരോഗ്യമന്ത്രി വിശേഷിപ്പിച്ചത് എന്നാണ് വിശേഷിപ്പിച്ചത്. അപ്പൊ ഈ പറയുന്ന വിശേഷണങ്ങൾ എന്ന് പറയുന്നത് അങ്ങനെ അങ്ങ് കിട്ടുകയാണ്, അങ്ങനെ പകർന്ന് ഓരോ തലമുറയിലേക്കും വരികയാണ്. അതൊക്കെ നിശ്ചിതമായി വിമർശിക്കപ്പെടേണ്ടതാണ്. മുഹമ്മദ് ഷമാസിനേക്കാൾ എത്ര അധികം മുതിർന്ന ഒരു സ്ത്രീയാണ് വീണ ജോർജ്. ആ നിലയ്ക്ക് എങ്ങനെയാണ് അവരെ നടി എന്ന് വിശേഷിപ്പിക്കുക? അപ്പോൾ അവിടെയൊക്കെ ഒരു നിയന്ത്രണം വേണമെന്നുള്ളതാണ്. മുഹമ്മദ് ഷമാസ് അതിന് മറുപടിയായി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നോക്കൂ, റിപ്പോർട്ടർ ടിവിയുടെ ആസ്ഥാനത്തേക്ക് കല്ല് വന്ന് വീഴുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും? ഇവിടെ പോലീസുണ്ട്, നമുക്ക് പരാതി കൊടുക്കാൻ കഴിയും, നമുക്ക് അതിന് പകരമായി ഈ നിലയ്ക്കാണോ പ്രതികരിക്കാൻ കഴിയും? അപ്പൊ അങ്ങനെയുള്ള പ്രതികരണങ്ങളല്ല ഉണ്ടാകേണ്ടത് എന്നുള്ളതാണ്. ഞങ്ങളെ പഠിപ്പിക്കേണ്ട എന്നുകൂടി പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ ഇങ്ങനെയേ ചെയ്യുകയുള്ളൂ. ഞാൻ ഓണയർ നിൽക്കുമ്പോൾ മുഹമ്മദ് ഷമാസിനോട് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇത്ര മനുഷ്യത്വമേ ഉള്ളൂ എന്ന് വിചാരിക്കൂ. ഇത് ആരുടെ പ്രസ്ഥാനമാണ്? ഞങ്ങൾക്ക് ഇത്ര മനുഷ്യത്വമേ ഉള്ളൂ എന്ന് വിചാരിക്കൂ എന്ന് പറയുന്നത് ആരൊക്കെ കേൾക്കാനാണ്? പോലും നമ്മൾ കണ്ടില്ല. പുരുഷന്മാരായിരിക്കുന്ന പ്രവർത്തകരാണ് അവർ. കൊടിയുമായിട്ട്, ഈ കരിങ്കൊടിയുമായിട്ട് മന്ത്രിയുടെ അടുത്തേക്ക് 8 ലക്ഷം പേർക്ക് സൗജന്യ ചികിത്സ കൊടുത്തിട്ടുണ്ട് കേരളത്തിലെ ആരോഗ്യവകുപ്പ്. മൊത്തം കണക്ക് കൂട്ടിയെടുത്താൽ എത്ര രൂപയുടെ ആരോഗ്യ ചികിത്സയാണ് കൊടുത്തിരിക്കുന്നതെന്ന് പറയാൻ പറ്റുമോ? 8425 കോടി രൂപ. ഈ 8425 കോടി രൂപ കേരളത്തിലെ ആരോഗ്യ മേഖല ശക്തമായതുകൊണ്ട് നമ്മൾ പൊതു ചികിത്സ ചെയ്തൊരു തെറ്റുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഭരണം നല്ലതല്ല, അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനം നല്ലതല്ല എന്നൊക്കെ പറയുന്നതിനകത്ത് ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് KSUവിനോ കോൺഗ്രസിനോ ഒക്കെ പ്രതിഷേധിക്കാം. പക്ഷേ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഒരു വനിതാ മന്ത്രി അവരുടെ ഔദ്യോഗിക പരിപാടിയും കഴിഞ്ഞ് അവർ തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് 3 പ്രധാനപ്പെട്ട കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ചാടി വീഴുകയാണ്. അതിനെ പ്രതിഷേധം എന്ന് പറയുന്നത് തന്നെ അതിനെയാണ് ആദ്യം അവലംബിക്കേണ്ടത്. കാരണം അങ്ങനെയല്ല അത് പറയേണ്ടത്, അതിനെ ആക്രമണമായി കാണുക എന്നുള്ളതാണ്. 3 കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ, അല്ലെങ്കിൽ KSUവിൻ്റെ നേതാക്കന്മാർ, അല്ലെങ്കിൽ കണികൾ ഈ ഒരു വനിതയെ, മന്ത്രിനൊക്കെ മാറ്റി വെച്ചോളൂ, വനിതയെ ആക്രമിക്കാൻ വന്നാൽ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടതെന്നുള്ളത് കോൺഗ്രസ് പറഞ്ഞാൽ മതി. വേറെ ഒന്നിനെക്കുറിച്ച് ന്യായീകരിക്കാൻ നിൽക്കണ്ട. അത് നിങ്ങൾ ഈ പറഞ്ഞ ആരോഗ്യ മേഖലയിൽ തകർച്ചയെ കുറിച്ചിട്ടോ ചികിത്സാ പിഴവിനെ കുറിച്ചിട്ടോ എന്തു തന്നെ ആയിക്കോട്ടെ, അതിനൊക്കെ അതിൻ്റെതായ സ്ഥലങ്ങളുണ്ടെന്നേ. ഒരു വീട്ടിൽ കയറി വന്നിട്ട് വീട് ആക്രമിക്കാൻ വരികയാണ്, അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത് അവിടെ ആളില്ല എന്നുള്ളത്. എന്തുകൊണ്ടാണ് വരുന്നത്? റീത്തുമായിട്ട് വരികയാണ്, എന്നിട്ട് റീത്ത് വെക്കുകയാണ് ആ വീടിന് മുമ്പിൽ എന്നുള്ളതാണ്. അവിടെ മന്ത്രിക്ക് ഓഫീസില്ലേ, അവിടെ സെക്രട്ടേറിയറ്റ് ഇല്ലേ, അവിടെ ഫെസിലിറ്റി ഇല്ലേ, എല്ലാം ചെയ്തുകൂടെ? ഒരു വീട്ടിലേക്ക് റീത്ത് കൊണ്ടുവരുന്നതിൻ്റെ അർത്ഥം എന്താ? ഇതിൻ്റെ ഒരു ഡെഫിനിഷൻ എന്താ? ഈ ആക്രമണവും പിന്നെ ഈ പറഞ്ഞ പ്രതിഷേധവും തമ്മിൽ എങ്ങനെയാണ് അതിനെ ഡിഫൈൻ ചെയ്യേണ്ടത്? രണ്ടിനും രണ്ടായിട്ട്. ഇത് കോൺഗ്രസ്സുകാരെ ആരെങ്കിലും പഠിപ്പിക്കണോ? ഞാൻ പറയുന്നത് ഇതിപ്പോൾ ആര് ചെയ്താലും ശരികളെന്നല്ല, ആര് ചെയ്താലും തെറ്റാണ്.